ലേറ്റസ്റ്റായി വിവരങ്ങൾ യുദ്ധരംഗത്ത് എന്താണെന്നറിയാൻ സരുൺ എ ജോസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സരുൺ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. അവിടെ നിന്നും ആശ്വാസ വാർത്തകളൊന്നും ഇതുവരെയും പുറത്തു വരുന്നില്ല. ഇന്ന് അല്പസമയം മുമ്പ് ബാഗ്ദാദ് എയർപോർട്ടിന് സമീപം അമേരിക്കയുടെ ക്യാമ്പ് ഓഫീസ്, എംബസിയുടെ ക്യാമ്പ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ വൻ സ്ഫോടന ശബ്ദം കേട്ടെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഇസ്രായേലിലെ ബെയ്റ്റ് ഷെമേഷിൽ അവിടെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിന് തുടർച്ചയായാണ് അത്തരത്തിൽ വലിയ സ്ഫോടന ശബ്ദമാണ് ഇസ്രായേലിൽ ഇന്ന് ഉണ്ടായത് എന്നാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ ജെയിംസ് സാർ സൂചിപ്പിച്ചതുപോലെ ലെബനോണിൽ അത് വലിയ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. അവിടെ നിന്നും ആശ്വാസത്തിന്റെ വാർത്തകളൊന്നുമല്ല അവിടെ നിന്നും വരുന്നത്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അത് വലിയ രീതിയിലുള്ള ചോരപ്പൊടിയിലേക്ക് ലെബനോണും മാറുകയാണ്. ബെയ്റൂത്തിന് സമീപം ഹസ്മിയ എന്ന് പറയുന്ന ഇടത്ത് ഹോട്ടലിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ലെബനോൺ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ 100-ലേറെ പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇന്നലെ മാത്രം 50ഓളം പേരാണ് ലെബനോണിൽ കൊല്ലപ്പെട്ടത്. അവിടെ ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂത്തും അതുപോലെ തന്നെ ലെബനോണിന്റെ തെക്കൻ മേഖലകളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ളയെ തുടച്ചു നീക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം തുടരുന്ന കാഴ്ചയാണ് ഇന്നും കാണാൻ കഴിയുന്നത്. അതേസമയം ഇറാൻ വിപുലമായ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത്. പക്ഷേ ഇറാന്റെ ഈ മിസൈൽ കൊണ്ടുള്ള തിരിച്ചടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും തിരിച്ചടി നൽകാനുള്ള നീക്കത്തിൽ അവർക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇസ്രായേലും അമേരിക്കയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കിഴക്കൻ ഭാഗത്ത് അമേരിക്കയും അതുപോലെ തന്നെ ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേലുമാണ് വ്യോമാക്രമണം നടത്തുന്നത്. അത് ഇറാന്റെ ഈ മിസൈൽ ലോഞ്ച് പാഡുകൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനാൽ തന്നെയും ഇറാന്റെ പക്കൽ മിസൈൽ ശേഖരമുണ്ടെങ്കിലും അതിനുള്ള ലോഞ്ച് പാഡുകളൊക്കെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്താക്രമണത്തിൽ തകർന്നെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്ക് യു തരുൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.